ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കാനുള്ള വഴികൾ. സ്വർഗം കിട്ടാനും ദുനിയാവിലെ ജീവിതം എളുപ്പാകാനും റബ്ബിന്റെ കാരുണ്യം വേണം. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് എങ്ങനെ കിട്ടും? അതിനുള്ള വഴി, ഒന്നാമത്തെ വഴി എന്താണെന്ന് വെച്ചാൽ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ പറയുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അർറഹിമൂന യർഹമുഹുർ റഹ്മാൻ. അള്ളാഹു ആർക്കാണ് കരുണ ചെയ്യുക? ഭൂമിയിലുള്ളവർക്ക് കാരുണ്യം കാണിക്കുന്നവരോടാണ് അള്ളാഹു കരുണ കാണിക്കുക. ഇർഹമു അഹ്ലൽ അർദ്. വേറെ റിവായത്തിൽ കാണാം ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തിലുള്ളവരോട് നിങ്ങളോടും കരുണ കാണിക്കണം. നമ്മുടെ ജീവിതത്തിൽ കാരുണ്യം ഉണ്ടാവണം. അപ്പോഴേ വർഹംനി എന്നുള്ള പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഒരൽപ്പം പോലും കരുണയില്ലെങ്കിലോ, കഠിന ഹൃദയന്മാരാണെങ്കിലോ, പരുക്കന്മാരാണെങ്കിലോ, എത്ര വേദനിക്കുന്നവനോടും മനസ്സലിവ് തോന്നാത്തവനാണെങ്കിലോ, അല്ലേ, വർഹംനി എന്ന് അള്ളാഹിനോട് പറഞ്ഞ അത് അള്ളാഹ് സ്വീകരിക്കും. ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കും. നമ്മൾ കരുണയുള്ളവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ്, ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒട്ടകം, മെലിഞ്ഞൊട്ടിയ ഒട്ടകം കണ്ണീർ വാർത്തു നിൽക്കുന്ന നബിയുടെ അടുത്തേക്ക് വന്നു. നബി പറയാണ്, ആ ഒട്ടകം എന്നോട് പരാതി പറയാൻ, ആരാണ് ഇതിന്റെ ഉടമ? നിങ്ങൾ ദുനിയാവിലുള്ളവരോട് കരുണ കാണിക്കുമ്പോഴേ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുള്ളൂ, അല്ലേ? ആ കാലത്ത് മൃഗങ്ങൾക്ക് ഇരുമ്പ് പഴുപ്പിച്ച് അടയാളം വെക്കുമായിരുന്നു, കഴുതകൾക്കും കുതിരകൾക്കും ഒക്കെ. അത് ഇന്ന ആളുടെ കുതിരയാണ്, ഇന്ന ആളുടെ കഴുതയാണെന്നൊക്കെ മനസ്സിലാക്കാൻ നബി പറഞ്ഞു, ഞാനത് നിരോധിക്കുന്നു. ഫീ കുല്ലി കബ്ദിൻ റതുബത്തിൻ അജ്ർ. പച്ചക്കരളുള്ള ഏതൊരു ജീവിക്ക് കരുണ ചെയ്താലും അയാൾക്ക് പുണ്യമുണ്ട്. മനുഷ്യന് കരുണ ചെയ്താൽ മാത്രമല്ല, കുതിരക്ക് കരുണ ചെയ്താലും, അല്ലേ, കഴുതക്ക് കാരുണ്യം കാണിച്ചാലും, ഒട്ടകത്തിന് കാരുണ്യം കാണിച്ചാലും, ഒരു പക്ഷിക്കുഞ്ഞിന് കാരുണ്യം കാണിച്ചാലും, ഒരു പുഴുവിനോട് കാരുണ്യം കാണിച്ചാലും, നിങ്ങളൊരു മരം നട്ടുപിടിപ്പിച്ചാൽ അതിന്റെ ഇല പുഴു തിന്നാൽ നിങ്ങൾക്കതൊരു സ്വതക്കയാണ് എന്ന് പഠിപ്പിച്ച എത്ര ഉദാത്തമായ മതത്തിന്റെ ആളുകളാണ് സുഹൃത്തുക്കളെ നമ്മൾ, അല്ലേ? എന്തു വലിയ സന്ദേശമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് പൊതുവിൽ നായയെ വളർത്തുക എന്നുള്ളത് കാവൽ നിൽക്കാനോ കൃഷി കാക്കാനോ ഒക്കെ അത്യാവശ്യത്തിനെ വളർത്താൻ പാടുള്ളൂ. അല്ലാതെ വളർത്തുന്നവർക്ക് അയാളുടെ അമലിൽ നിന്ന്, പ്രതിഫലത്തിൽ നിന്ന് കുറഞ്ഞു പോകുന്ന പ്രവാചകൻ പഠിപ്പിച്ചത്. പക്ഷേ നായ തൊട്ടാൽ അതിന്റെ തലയിട്ട പാത്രം 7 തവണ മണ്ണ് കലക്കിയ വെള്ളം, അത് മനുഷ്യന് കുറെ ഉപദ്രവങ്ങൾ അതിൽ നിന്നുണ്ട്. ആ നായക്ക് ദാഹിച്ച് മണ്ണ് കപ്പുന്നത് കണ്ടപ്പോ നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ്, അത് പ്രവാചകൻ പഠിപ്പിച്ചൊരു ഹദീസാണ്. വെള്ളത്തിന് കിട്ടാതെ മണ്ണ് കപ്പുന്നത് കണ്ട നായക്ക് വേണ്ടി വളരെ ദുർവൃത്തനായ ഒരു മനുഷ്യൻ, അയാള് കിണറ്റിലേക്ക് ഇറങ്ങി തന്റെ കാലുറയൂരി ആ കാലുറയിൽ വെള്ളമെടുത്തു, തന്റെ വായ കൊണ്ട് കടിച്ചു പിടിച്ചു. എന്നിട്ട് 2 കൈ കൊണ്ട് അയാൾ പതുക്കെ കിണറിന് മുകളിലേക്ക് കയറിയിട്ട് നായക്ക് വെള്ളം കൊടുത്തു. നബി പറഞ്ഞു, അയാൾ സ്വർഗത്തിലാണ്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നവന് റബ്ബ് കാരുണ്യം കൊടുക്കും. ആ ജീവിക്ക് ഒരിറ്റു വെള്ളം കൊടുക്കുക എന്ന കാരുണ്യത്തിന് അള്ളാഹു നൽകിയ തിരിച്ചുള്ള കരുണ എന്താണ്? സ്വർഗമാണ് കൊടുത്തത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ? കരുണയുള്ളവരാവുക. നമ്മൾ കരുണയുള്ളവരാവുക. അള്ളാഹു നമ്മോട് കരുണയുള്ളവരാകും. വേദനിക്കുന്നവന്റെ വേദന അറിയണം, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം അറിയണം, ദരിദ്രന്റെ പട്ടിണി അറിയണം, പാവപ്പെട്ടവന്റെ രോഗിയുടെ പ്രയാസങ്ങൾ അറിയണം. അപ്പോ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. സ്വഹാബിമാരെ കുറിച്ച് സൂറത്ത് ഫത്ഹിന്റെ അവസാന ഭാഗത്ത് ഖുർആൻ പറഞ്ഞെന്താ? മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. മുഹമ്മദും ആ പ്രവാചകന്റെ കൂടെ വിശ്വസിച്ചവരും അവർ അവിശ്വാസത്തോട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. എന്നാൽ റുഹമാഉ ബൈനഹും, പരസ്പരം കാരുണ്യം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ആ ഒരു ജീവിതം, ആ ഒരു രീതി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തിരിച്ചുണ്ട്. ജീവികളോട്, സഹജീവികളോട് കരുണ കാണിക്കാത്തവനാണെങ്കിലോ, കൂടെ ജീവിക്കുന്നവരോട്, നാട്ടിലെ ജീവജാലങ്ങളോട് കാരുണ്യം ചെയ്യാത്തവനാണെങ്കിലോ, മൻ ലാ യർഹമുന്നാസ് ലാ യർഹമുഹുല്ലാഹു അസ്സ വജൽ. മനുഷ്യരോട് കരുണ കാണിക്കാത്തവന് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയില്ല. ഇവിടെ എല്ലാരോടും ഭയങ്കര പരിക്കനം. ഒരു മനുഷ്യനോട് മനസ്സലിവ് തോന്നാത്തയാൾ, അയാൾക്ക് പടച്ചോന്റെ കാരുണ്യം കിട്ടില്ല. അതുകൊണ്ട് അള്ളാഹിന്റെ കാരുണ്യം കിട്ടാൻ നമ്മൾ കരുണയുള്ളവരാവുക. രണ്ടാമത്തെ ഒരു കാര്യം, മജ്ലിസുൽ ഇൽമുകളും അതുപോലെ തന്നെ ഖുർആൻ സദസ് ക്ലാസുകളുമാണ്.
നോക്കൂ, ഖുർആൻ പറയുന്നുണ്ട്, വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. സൂറത്ത് അറാഫിലെ 204-ാമത്തെ ആയത്ത്. നിങ്ങൾ ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ നിശബ്ദരാകണം, ആ ഖുർആനെ ശ്രദ്ധിച്ചു കേൾക്കണം, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കും. അതിന്റെ വിശദീകരണം എന്നോണം പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസ് കാണാം. ഇമാം മുസ്ലിം തന്നെയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെയാണ് നബിയിൽ നിന്ന് കേട്ടത്. എന്താ പറയുന്നത്? വമജ്തമഅ ഖൗമൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ കുറച്ച് ആൾക്കാർ ഒരുമിച്ചിരിക്കുന്നു, എന്നിട്ട് അവർ യത്ലൂന കിതാബല്ലാഹ്, ഖുർആൻ ഓതുന്നു. വയതദാറസൂനഹു ബൈനഹും, അവർക്കിടയിൽ അവർ ചർച്ച ചെയ്തു പഠിക്കുന്നു. ഇല്ല നസലത്തു അലൈഹിമുസ് സകീന, അപ്പോൾ അല്ലാഹുവിന്റെ ശാന്തി സമാധാനം അവർക്ക് മേൽ ഇറങ്ങും. വഗശിയതുഹുമുർ റഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യം അവരെ ചുറ്റിപ്പൊതിയും. വഹഫത്തുഹുമുൽ മലായിക, കാരുണ്യത്തിന്റെ മലക്കുകൾ അവരെ വലയം ചെയ്യും. വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അല്ലാഹുവിന്റെ അടുക്കലുള്ളവരിൽ അവരോട് ആളുകളെ കുറിച്ച് അല്ലാഹു പ്രത്യേകം പരാമർശിക്കും, അവരെ കുറിച്ച് അല്ലാഹു സംസാരിക്കും. നോക്കൂ, അള്ളാഹിന്റെ സമാധാനം കിട്ടുന്നത് ആർക്കാണ്? അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നത് ആർക്കാണ്? വട്ടത്തിലിരുന്ന് അല്ലെങ്കിൽ ഒരു പള്ളിയിലിരുന്ന് ഒരു സദസ്സിലിരുന്ന് ഖുർആൻ ഓതുകയും ഖുർആൻ ചർച്ച ചെയ്യുകയും ചെയ്യുന്നവർക്കാണ്. എനിക്കിന് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. നമ്മുടെ നാട്ടിൽ ദീന് പഠിക്കാൻ ഏറ്റവും അധികം അവസരമുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. പലപ്പോഴും നമ്മൾ ഉദാഹരണങ്ങൾ പലതും പറയാറുണ്ട്. പീസ് റേഡിയോ പോലെ, ജമീൽ ഓൺലൈൻ ലൈബ്രറികൾ പോലെ, പിന്നെ നാട്ടിൽ നടക്കുന്ന ധാരാളം ഖുർആൻ ഹദീസ് സ്കൂളുകൾ, ക്ലാസ്സുകൾ, ആഴ്ചയിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഉണ്ടാവുക. ഒരു 2-3 ആയത്ത് പഠിക്കാനുള്ള അവസരം, അതിൻ്റെ അർത്ഥം പഠിക്കാം, അതിൻ്റെ അവതരണ പശ്ചാത്തലം എന്താണ്, ആ ആയത്തിൽ നിന്ന് കിട്ടുന്ന അഖീദ എന്താണ്, ഫിഖ് എന്താണ്, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മെസ്സേജ് എന്താണ്. ഇവിടെ ഈ പള്ളിയിലെല്ലാ ഞായറാഴ്ചയും നടക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് തവണ ഇവിടെ അനൗൺസ് ചെയ്തതാണ്. സഹോദരങ്ങളെ, നമുക്ക് എത്ര ആളുകൾക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട്? ഇവിടുത്തെ ഖുർആൻ ക്ലാസ്സിൽ തന്നെ വരണമെന്നില്ല. നമുക്ക് ഏറ്റവും സൗകര്യമുള്ള ഖുർആൻ ക്ലാസ്സിലേക്ക് എത്തിപ്പെടാൻ ആർക്കാണ് സാധിച്ചത്? നമ്മൾ പറയുന്ന എല്ലാ ന്യായങ്ങളൊന്നും നിരത്തി വെക്കും. എന്താ, ഞാൻ പണ്ട് പുസ്തകം എടുത്ത് അഞ്ഞതിനൊന്നും കഴിയില്ല അല്ലേ, ഇനിയിപ്പോ പഠിച്ച തലേ കയറൂ, ഈ പ്രായത്തിലൊക്കെ പഠിച്ച തലേ കയറൂ, എനിക്ക് ഭയങ്കര തിരക്കാണ്. എന്തൊക്കെ ന്യായങ്ങളാണ് നമ്മൾ പറയാം? ഞാൻ പറയണത് പഠിച്ചാൽ തലേ കയറണ്ടെന്നാണ് ഞാൻ പറയണത്. ഒരു ഹർഫ് പോലും 10 കൊല്ലം ഖുർആൻ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ഒരു ഹർഫ് പോലും പുതിയതായി പഠിക്കണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കൂല കേട്ടോ. 10 കൊല്ലം ഇരുന്ന അതിന്റെ വലിയ മാറ്റം ഉണ്ടാവും. പക്ഷേ ലഅല്ലകും തുർഹമൂൻ, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചുകൊണ്ടിരിക്കും. കിതാബാണ്, പടച്ചോന്റെ കിതാബാ പഠിക്കുന്നത്. നസലത്ത് അലൈഹിമുൽ മലായിക വഗശിയതുഹുമുർ റഹ്മ നസലത്ത് അലൈഹിമുസ് സകീന വഅശിയതുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക. പടച്ചോന്റെ മലക്കുകൾ ചുറ്റുണ്ടാവും. അല്ലാഹുവിന്റെ കാരുണ്യം നമ്മളെ വലയം ചെയ്യും. സമാധാനം ഇങ്ങനെ ഇറങ്ങും, ശാന്തി ഇങ്ങനെ നമ്മുടെ മേൽ അല്ലാഹുവിങ്കിൽ നിന്ന് ഇറങ്ങും. എന്തിനാ ഖുർആൻ ക്ലാസ്സിൽ വരുന്നത്? ദീന് പഠിക്കാനാണ്. ഇനി പഠിഞ്ഞില്ലെങ്കിലോ നമുക്ക് കൂലിയുണ്ട്, പടച്ചോന്റെ കാരുണ്യം കിട്ടും. ഇപ്പൊ ഇന്നിവിടെ കയറുമ്പോൾ പറഞ്ഞു, ഞാങ്ങാട്ടിരി പള്ളിയിൽ എല്ലാ തിങ്കളാഴ്ചയും തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതാൻ വേണ്ടി പഠിക്കുന്ന രീതി അല്ലെ, അതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ ഒരുപാട് തലങ്ങളുണ്ട്. അതിന്റെ അർത്ഥം പഠിക്കുക, ഖുർആൻ മനപ്പാടാക്കുക, ഖുർആൻ ഓതാൻ പഠിക്കുക അല്ലേ. പിന്നെ ആയത്തൂതിയപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരുത്തി കൊടുത്തതാണ്. ഇങ്ങനല്ല ഞങ്ങൾ നബിയിൽ നിന്ന് കേട്ടത്. ഇന്നമസ്സദഖാതു ലിൽ ഫുഖറാഇ, അവിടെ മദ്ദുണ്ട്, നീട്ടണം, നീട്ടിയാണ് നബി അങ്ങ് ഓതി തന്നത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ ആയത്തോതിയ ആൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. നേരെ ചൊവ്വേ ഖുർആൻ ഓതാൻ പഠിക്കുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. ഇനി വേറെയും ചെയ്യാം. എഴുത്തും വായനയും അറിയാത്ത ആൾക്കാരുണ്ടാവും. ജീവിതത്തിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായാലും ആരും നമുക്ക് ആക്ഷേപിക്കാൻ പറ്റൂല. വേണമെങ്കിൽ അങ്ങനത്തെ ക്ലാസ്സുകൾ നമുക്ക് തുടങ്ങാൻ പറ്റും. ആൾക്കാർക്ക് അറബി ഭാഷ അക്ഷരങ്ങൾ പഠിപ്പിച്ച് ഒന്ന് പതുക്കെ ഓതാനുള്ള ഒരറിവ്, അത് പള്ളിയും സംവിധാനങ്ങളും ദഅവാ കൂട്ടായ്മകളൊക്കെ ചിന്തിക്കേണ്ട. ഈ അടുത്തൊരു സുഹൃത്ത് അവരുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത് പറയണ്ടായി അല്ലെ. ഒരാൾ പ്രയാസപ്പെട്ട് ഓതി, അയാൾക്ക് ഉള്ള അറിവ് വെച്ച് ഇങ്ങനെ പ്രയാസപ്പെട്ടു ഓതുകയാണ്. നബി പറഞ്ഞ അയാൾക്ക് ഇരട്ടി കൂലി ഉണ്ട് എന്നാണ്. ആ താല്പര്യത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരുപാട് അവസരങ്ങൾ ഇവിടെ ഉണ്ട്.
ഇവിടുത്തെ ഖുർആൻ ക്ലാസ് പറഞ്ഞു. ഞാങ്ങാട്ടിയിൽ തുടങ്ങാനിരിക്കുന്ന തജ്വീദ് ക്ലാസ്സിനെ കുറിച്ച്, തിങ്കളാഴ്ചകളിൽ തുടങ്ങാനിരിക്കുന്ന തജ്വീദ് ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവും. നമ്മൾ പഠിക്കണം, ദീന് പഠിക്കണം. നമുക്ക് മടിയാണ്, അലസതയാണ്. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഈ നേർപ്പദവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ ആളുകളൊക്കെ പറയണ കാരണം എന്താ അറിയോ? വായിക്കണില്ല. പിന്നെ എന്തിനാ ഞാൻ വരുത്തുന്നത്? വായിക്കണില്ല. വായിക്കണം സുഹൃത്തുക്കളെ, വായിക്കണ്ടേ? നമുക്ക് പിന്നെന്താ പണി? നമ്മുടെ ഫോണിൽ തോണ്ടലാണ് പണി. നമ്മൾ 24 മണിക്കൂറും വേറെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത അത്ര ബിസി നമ്മളുണ്ടോ? ആ പറയുന്നതിൽ നമ്മൾ 100% സത്യസന്ധമായിട്ടാണോ പറയുന്നത്? 24 മണിക്കൂർ ഏതെങ്കിലും ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ആഴ്ചയിൽ ഒരു അരമണിക്കൂർ വായിക്കാൻ പോലും സമയമില്ലാത്ത വിധം നമ്മൾ തിരക്കിലാണോ? എങ്കിൽ ആ തിരക്കുള്ള ജോലിയെ കുറിച്ച് നമ്മളൊന്ന് പുനർവിചിന്തനം നടത്തണം. അങ്ങനെ ജോലി ചെയ്യുന്ന ആളുടെ വരുമാനം എത്ര ആയിരിക്കും? അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റുമോ? അതൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറാനുള്ള ചില വഴികൾ പറയാണ്. ഇത് നമ്മളെ ഒരു മടി പിടികൂടിയിട്ടുണ്ട്, നമ്മളെ ഒരു അലസത പിടികൂടിയിട്ടുണ്ട്. ശരിക്ക് ദീനാണ് പഠിച്ചാണ്ടല്ലോ അയാളുടെ ആരാധനകൾ മെച്ചപ്പെടും. അയാൾക്ക് നമസ്കാരത്തിലെ ഖുശൂ കൂടും, തഖ്വ കൂടും. ഞാൻ പറഞ്ഞില്ലേ, 2 സുജൂദിന്റെ ഇടയിലെ പ്രാർത്ഥന മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരാൾക്ക് കഴിയുക, അതിന്റെ അർത്ഥം കിട്ടുമ്പോഴാ ജീവിതത്തിൽ അള്ളാന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ അവൻ അനുഭവിക്കുന്നു. അങ്ങനത്തെ ഒരാള് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുമ്പോ അതിന് വല്ലാത്ത ഒരു അനുഭൂതി ഉണ്ടാകും. പടച്ചോനെ, നിനക്കാണ് സർവസ്തുതിയും. മിൽ അസ്സമാവാതി വമിൽ അൽ അർദ് വമിൽ അമാ ബൈനഹുമാ വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. ആകാശം നിറയെ സ്തുതി നിനക്കാണ്, ഭൂമി നിറയെ സ്തുതി നിനക്കാണ്. ആകാശഭൂമികൾക്കിടയിലുള്ള മുഴുവൻ സ്ഥലവും നിറയെ സ്തുതി ഞാൻ നിനക്ക് നൽകുന്നു. അല്ലേ, കണ്ണ് തന്നു, കാത് തന്നു, സംസാരശേഷി തന്നു, വീട് തന്നു, ഭക്ഷണം തന്നു, പട്ടിണി കിടക്കുന്നില്ല, ജീവിക്കാനുള്ള സൗകര്യങ്ങൾ തന്നു. അത് ചിന്തിച്ചിട്ട് റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു വികാരമുണ്ട്. അത് റബ്ബനാ ലക്കൽ ഹംദിന്റെ അർത്ഥമറിയുന്നവനെ ആ ഒരു പൂർണ്ണ മനസ്സോടെ അത് പറയാൻ പറ്റുള്ളൂ. അത് പഠിക്കണം നമ്മൾ. ഞാൻ പറയും, നമ്മുടെ നിസ്കാരമൊക്കെ ശരിയാകും, നമ്മുടെ സക്കാത്തൊക്കെ വീഴ്ച വരാതെ കൊടുക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഖുർആൻ ഓതുമ്പോ അബൂബക്കർ റളിയല്ലാഹു കരഞ്ഞിരുന്നു. ആയിഷ അബൂബക്കറിനോട് ഇമാമക്കാൻ പറയണട്ടോ. ആയിഷ ബീവി എന്താ പറഞ്ഞത്? ഹഫ്സേ, എന്റെ വാപ്പ ഉമറിനോട് ഇമാമക്കാൻ പറയും. എന്റെ വാപ്പ ഖുർആൻ ഓതിയാ കരയും, എന്റെ വാപ്പ ഖുർആൻ ഓതിയാ കരയും. ഉമർ റളിയല്ലാഹു അൻഹു ഇന്നമാ അശ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്. അയ്യൂബ് നബിയുടെ വാക്കുകൾ സുബഹ് നമസ്കാരത്തിൽ നിന്ന് ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ തേങ്ങുകയാണ്. ആ തേങ്ങൽ ഞങ്ങൾ അവസാനത്തെ സഫിലേക്ക് കേട്ടിരുന്നു. എങ്ങനെ കരയാൻ പറ്റുന്നത്? ഈ ഓതുന്നത് അറിയാണ്, ഈ ഓതുന്നതിന്റെ അർത്ഥം മനസ്സിലാവാണ്. ഞാൻ പറഞ്ഞ നമ്മളിതിനൊന്നും ശ്രമിക്കാറില്ല, നമുക്കിതൊന്നും വേണ്ട. ശൈത്താനും അറിയാം ഇവതൊക്കെ പഠിച്ച അവന്റെ നിസ്കാരമൊക്കെ ഒന്ന് നേരാവും, പിന്നെ ഖുർആനൊക്കെ ഒന്നും കൂടി ഉഷാറാവും. അതുകൊണ്ട് നമ്മളെ ശൈത്താൻ അവ സമ്മതിക്കൂല. ആ പിടിവിട്ട് ശൈത്താന്റെ കെട്ടുകളിൽ നിന്ന് മോചനം നേടി അതിനെ പൊട്ടിച്ചെറിഞ്ഞ് ഇസ്ലാമിക വിജ്ഞാനങ്ങൾ പഠിക്കാനുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ എത്തണം. പടച്ചോന്റെ കാരുണ്യം നമുക്ക് കിട്ടും. മറ്റൊന്നറിയോ? ഇയാദത്തുൽ മരീദ്, രോഗികളെ സന്ദർശിക്കുക എന്നതാണ്. അത് അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടാനുള്ള ഒരു വഴിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആദ മരീലൻ ലം യസൽ യഖൂദു ഫി റഹ്മതി ഹത്താ യജ്ലിസ ഫഇദാ ജലസ യഗ്തമസ ഫീഹാ. ഒരാള് രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോയാൽ അയാൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിലാണ്. അയാളുടെ കൂടെ 70,000 മലക്കുകൾ ഇറങ്ങുന്നൊക്കെ പറയുന്ന ഹദീസ് കാണാൻ സാധിക്കും. അവരുടെ പ്രാർത്ഥന വൈകുന്നേരം വരെ അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ രോഗിയെ സന്ദർശിക്കണം എന്തിനാ? അപ്പൊ നമ്മുടെ കുടുംബക്കാരല്ലേ, എങ്ങനെ പോകാതിരിക്കാം? എൻ്റെ അടുത്ത സുഹൃത്തല്ലേ, എങ്ങനെ പോകാതിരിക്കാം? അല്ല, അത് ആ ചിന്ത ഉണ്ടാകാം. പക്ഷേ ഒരു വിശ്വാസി എന്ന നിലക്ക് ഇത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഞാനതിന് പോയാൽ എനിക്ക് കൂലി കിട്ടും, എനിക്ക് പടച്ചോന്റെ കാരുണ്യം കിട്ടും. അപ്പൊ രോഗിയെ സന്ദർശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹുവിന്റെ കൂലി കിട്ടും. അടുത്ത എന്തറിയോ? ഖിയാമുൽ ലൈൽ വ ഈഖാദുർ റജ്ലി സൗജതഹു വസ്സൗജതു സൗജഹാ. രാത്രി നിസ്കാരവും രാത്രി നമസ്കരിക്കാൻ തന്റെ ഇണയെ വിളിച്ചുണർത്തലും ഇതിന് അള്ളാഹുവിന്റെ കാരുണ്യത്തിന് കാരണമാകുന്ന ഒരു വഴിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബൂദാവൂദ് സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിച്ച ഹദീസ്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നബി പറയാണ്, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈൽ. അല്ലാഹു ഒരു മനുഷ്യൻ, ഒരു പുരുഷന് കരുണ ചെയ്യട്ടെ. അയാൾ ഖാമ മിനൽ ലൈൽ, രാത്രി എഴുന്നേറ്റു, ഫസ്വല്ല, അയാൾ നമസ്കരിച്ചു,
വഅയ്ഖള ഇംറഅതഹു, അയാൾ മാത്രല്ല അയാളെ ഭാര്യയെ വിളിച്ചുണർത്തി. ഫഇന്നബത് നളഹ ഫി വജിഹൽ മാ, അവൾ എഴുന്നേൽക്കാൻ വിസമ്മതിച്ചപ്പോ, മടി കാണിച്ചപ്പോ അവളുടെ മുഖത്ത് വെള്ളം കുടഞ്ഞു. റഹിമല്ലാഹു ഇംറഅതൻ, സഹോദരിമാരെ ഇത് കേൾക്കണം നിങ്ങൾ. അല്ലാഹു ഒരു സ്ത്രീയെ കരുണ ചെയ്യട്ടെ. പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ഖാമത് മിനൽ ലൈൽ, രാത്രി എഴുന്നേറ്റു. തഹജ്ജുദ്കാരത്തെ കുറിച്ച് പറയാണ്. ഫസല്ലത്, എന്നിട്ട് അവൾ രാത്രി നമസ്കരിച്ചു. വഅയ്ഖലത് സൗജഹാ, തന്റെ ഭർത്താവിനെ അവൾ വിളിച്ചുണർത്തി. ഫഇൻ അബാ, അയാൾ എഴുന്നേൽക്കാൻ മടി കാണിക്കുകയാണെങ്കിലോ നളഹത് ഫി വജിഹിൽ മാ, അവന്റെ മുഖത്തേക്ക് അവൾ വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിച്ചു. ആ ഇണകളെ അള്ളാഹു അവർക്ക് കരുണ ചൊരിയട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. അപ്പൊ അതുകൊണ്ട് രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ പൊതുവിൽ ഒരു വിശ്വാസിയുടെ രീതിയാണ്, നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സംഗതിയാണ്. അത് ഏതോ ഒരു ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നാണ് പൊതുവിൽ ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. എല്ലാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഏറ്റവും അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള അസ്സലാത്തു ഫീ ജൗഫിൽ ലൈൽ, ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായ നമസ്കാരം ഏതാണ്? രാത്രിയുടെ അവസാന യാമങ്ങളിൽ എഴുന്നേറ്റ് നിർവഹിക്കുന്ന നമസ്കാരമാണ്. യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലാ സമാഇദ് ദുനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനോടടുത്ത ഒന്നാം ആകാശത്തേക്ക് രാത്രിയുടെ 2 ഭാഗം കഴിഞ്ഞാൽ ഇറങ്ങി വരുന്നതാണ്. അവിടെ ചോദിക്കും, ഹൽ മിൻ സായിലിൻ, ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഞാൻ തരാം. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ആരെങ്കിലും പാപമോചനം തേടുന്നുണ്ടോ? ഞാൻ പുറത്തു തരാം. ആരെങ്കിലും ദുആ ചെയ്യുന്നുണ്ടോ? ഞാൻ ഉത്തരം ചെയ്യാം. സുഹൃത്തുക്കൾ, അള്ളാന്റെ കാരുണ്യം പടച്ചോ ഇങ്ങോട്ട് പറയണം. നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? ഞാൻ തരാം. നിങ്ങൾ പാപമോചനം തേടുന്നുണ്ടോ? ഞാൻ പുറത്തു തരാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ ഉത്തരം ചെയ്യാം. രാത്രിയുടെ 2 ഭാഗം കഴിയുമ്പോൾ പടച്ചോൻ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് പറയും. അതുകൊണ്ടാ പ്രവാചകൻ അവസാന സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കും അല്ലേ? ആയിഷ ബീവി എഴുന്നേൽപ്പിക്കും. ആണോ? തന്റെ ഭാര്യമാരെ, റമളാൻ കാലത്ത് ഭാര്യമാരെ എല്ലാവരെയും സജീവമാക്കും. രാത്രിയിൽ പൂർവീകരുടെ ജീവിതമൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ രാത്രിയുടെ അവസാന യാമങ്ങൾ നമസ്കാരം കൊണ്ട് സജീവമാക്കുന്നവരാണ് അവർ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ, എന്താ? മുത്തഖീങ്ങൾ സ്വർഗ്ഗത്തിലും അതിന്റെ ആരാമങ്ങളിലും അരുവികളിലും ഒക്കെ ആയിരിക്കും. അവരുടെ പ്രത്യേകത എന്താ? കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, രാത്രി അവർ കുറച്ചു ഭാഗമാണ് ഉറങ്ങുക. വബിൽ അസ്ഹാർ, അസ്ഹാർ എന്ന സുഹൂറിന്റെ സമയം. സുഹൂർ എന്താ? നമ്മൾ അത്താഴം കഴിക്കുന്ന സമയം, സുബഹിന്റെ മുമ്പുള്ള സമയം. ആ സമയത്ത് അവർ ഇസ്തിഗ്ഫാറിൽ കഴിയുന്നവരായിരിക്കും. ഞാൻ ഒരിക്കൽ അറബ് ലോകത്തുള്ള ഒരു പണ്ഡിതൻ, അയാളുടെ മുമ്പിൽ ചെന്ന് അദ്ദേഹം ഒരു ഉപദേശം തന്നു എനിക്ക്. എന്താ പറഞ്ഞറിയോ? എല്ലാ ദിവസവും രാവിലെ സുബഹിന് മുമ്പിരുന്ന് അസ്തഗ്ഫിറുല്ലാഹ് 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 പറയാം. അതാണ് കാരണം. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. പ്രഭാതത്ത് സുബഹിന് മുമ്പുള്ള സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരിക്കും വിശ്വാസികൾ. അപ്പൊ രാത്രി നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകും. നമസ്കരിക്കുക മാത്രമല്ല, തന്റെ ഇണയെ നമസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം ചൊരിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് റബ്ബിന്റെ കാരുണ്യം നമുക്ക് ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. അത് ജീവിതത്തിൽ നിരന്തരമായി അതിന് പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവൻ്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ സ്വർഗം അനന്തരമെടുക്കുന്ന, അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തിന് വിധേയരാകുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക സമാഹരണം, കളക്ഷൻ പള്ളിയുടെ പരിപാലനത്തിലേക്കുള്ളതാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് അതിനോട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ ഓരോരുത്തരും നൽകുന്ന ചെറുതും വലുതുമായ തുകകളാണ് അള്ളാഹുവിൻ്റെ ഈ വീട് നിന്നു പോകാൻ ഉപകാരപ്പെടുന്നത്. അത് വലിയ ഒരു ഈ പള്ളിയെ നിലനിർത്തി കൊണ്ടുപോകുന്നതിലെ വലിയ ഒരു താങ്ങാണ്. അത് മനസ്സിലാക്കിയ വിഷയത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനുള്ള മാർഗങ്ങളെ സംബന്ധിച്ചാണ്. അതിലൊന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ദീന് പഠിക്കുക എന്നുള്ളൊരു സംഗതി പറഞ്ഞു. പലപ്പോഴും ഇവിടുത്തെ സംഘാടകർ പറയാറുണ്ട്, ഖുർആൻ ക്ലാസ്സിന് ആള് ഒന്നുകൂടി വരണം, കുറയുന്നുണ്ട്, ഓർമ്മപ്പെടുത്തണം എന്ന് പറയാറുണ്ട്. ഇവിടെ എല്ലാ ആഴ്ചയും ഖുർആൻ ക്ലാസ്സിനുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് തുടങ്ങും. എല്ലാവരും കുടുംബസമേതയിൽ പങ്കെടുക്കണമെന്ന്, നമ്മുടെ ദീന് അറിയാനും ദീന് പഠിക്കാനും അതിലൂടെ റബ്ബിൻ്റെ കാരുണ്യം ലഭിക്കാനുള്ള ഒരു അവസരമായി അതിനെ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ കാരുണ്യം ലഭിക്കാനുള്ള മറ്റൊരു വഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് സൂറത്ത് ഹുജറാത്തിലെ 10-ാമത്തെ ആയത്ത് എന്താണ്? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരങ്ങളാണ്. ഫഅസ്ലിഹു ബൈന അഖവൈകും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ സുൽഹ് ഉണ്ടാക്കുക, സന്ധി ഉണ്ടാക്കുക, രഞ്ജിപ്പുണ്ടാക്കുക, പ്രശ്നമുണ്ടാക്കാതിരിക്കുക, പരിഹാരങ്ങൾ ഉണ്ടാക്കുക, ഇണക്കമുണ്ടാക്കുക. ഉൽഫത്ത് എന്ന് പറയും, സുൽഹ എന്ന് പറയും. ഇത് വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കുക. എന്നാൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനത് കാരണമാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ പൊതുവിൽ ഇസ്ലാം അങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ ഇതിൻ്റെ ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ധാരാളം തെളിവുകൾ. വിശ്വാസികൾ എങ്ങനെയായിരിക്കണം, വിശ്വാസികൾക്കിടയിൽ ശത്രുത അത് എത്ര കണ്ട് അപകടകരമാണ്. പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിപ്പോകാറുണ്ട്. ഒരേ അഖീദയായിരിക്കും, ഒരേ തൗഹീദായിരിക്കും, ഒരേ മൻഹജായിരിക്കും, ഒരേ ആദർശമായിരിക്കും, എന്നിട്ടും പ്രശ്നമാണ്. അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിലക്കും വകവെച്ച് തരാത്ത ഗുരുതരമായ പ്രശ്നമാണ്. വിശ്വാസികൾക്കിടയിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് രഞ്ജിപ്പ്, ഇഷ്ടമാണ്, സ്നേഹമാണ്. യർമൂക്ക് യുദ്ധത്തിലെ ഉദാഹരണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. മരണത്തോട് മല്ലിടിച്ച് കിടക്കുന്ന ആൾക്ക് വെള്ളം കൊടുത്തപ്പോ അപ്പുറത്തുനിന്ന് ശബ്ദം കേട്ടപ്പോൾ അവിടെ കൊടുക്കും. ഇതാണ് വിശ്വാസികൾക്കിടയിലെ സ്നേഹത്തിന്റെ വലിയ ഉദാഹരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പരസ്പരം സ്നേഹം നിലനിർത്തുമ്പോൾ, പരസ്പരം ഇഷ്ടം നിലനിർത്തുമ്പോൾ, പരസ്പരം രഞ്ജിപ്പുണ്ടാക്കുമ്പോൾ, പ്രശ്നങ്ങൾ ഒരാൾ അവസാനിപ്പിക്കാൻ സന്നദ്ധനാകുമ്പോൾ അള്ളാന്റെ കാരുണ്യം അയാൾക്ക് കിട്ടും. ഇവിടെ ഒരു പക്ഷേ എന്താണ്, ഓം ആവശ്യമില്ലാണ്ട് താഴ്ന്നെടുത്തു, അങ്ങനെ മറ്റൊന്നിക്ക് താഴ്ന്നെടുക്കണം എന്നൊക്കെ ചോദിക്കാനും ഇങ്ങനെ മൂച്ചിമ കയറ്റാനൊക്കെ ആൾക്കാരുണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും, ദുനിയാവിലും കിട്ടും, പരലോകത്തും ലഭിക്കും. മറ്റൊരു ഭാഗം കൂടി അതിലേക്ക് ചേർത്ത് വെക്കുന്നു. അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാനുള്ള മറ്റൊരു വഴിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗം. അൽ ജിഹാദു ഫീ സബീലില്ലാഹ് الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون يبشرهم ربهم برحمة منه ورضوان وجنات لهم فيها نعيم مقيم. അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്തുകൊണ്ടാണ് സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്? അള്ളാഹു അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അള്ളാഹുവിന്റെ തൃപ്തി കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹപൂർണമായ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ആർക്ക്? അള്ളാന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും ചെലവഴിക്കുന്നവർക്ക്. നമ്മളിങ്ങനെ അത്യാവശ്യം നിസ്കാരമൊക്കെ നിർവഹിച്ച് അതൊക്കെ ഇങ്ങനെയാണ് കഴിഞ്ഞു പോകലാണ്. നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഹിതം, നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു ഭാഗം, നമ്മുടെ വിലപ്പെട്ട ഒരു സമയത്തിന്റെ ഒരു ഭാഗം അള്ളാഹ്ക്ക് കൊടുക്കാൻ നമ്മൾ സന്നദ്ധരായാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രചരിപ്പിക്കാൻ, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവരെ തിരുത്താൻ, ഇസ്ലാം വിമർശകർക്കെതിരെ മറുപടി കൊടുക്കാൻ, ശിർക്കിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ, ബിദ്അത്തുകളെ തിരുത്തി സുന്നത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം നമ്മൾ മാറ്റിവെച്ചാൽ അവർക്ക് അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി കൊണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹപൂർണമായ സ്വർഗം കൊണ്ട് അവൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ആ നിലക്ക് റബ്ബിന്റെ കാരുണ്യം കിട്ടാനുള്ള മറ്റൊരു വഴിയാണ്
എല്ലാ സ്ഥിരമായി റബ്ബിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന ഒരു ചിന്തയും ബോധവും ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഓരോ വെള്ളിയാഴ്ചയും ഓരോ വ്യാഴാഴ്ച രാത്രിയിലും ആളുകൾ വിളിക്കും, പ്രാർത്ഥിക്കണട്ടോ എന്ന് പറയും. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആളുകളൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരെയും നമ്മെയും റബ്ബിന്റെ അതിവിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.